നമസ്കാരം. 6 വയസ്സ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ മക്കള് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള 5 ടിപ്സുകളാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസാനിക്കാറുണ്ട്. എന്നാൽ ചില കുട്ടികൾക്ക് ഈ പറയുന്ന പ്രശ്നം ചിലപ്പോൾ 15 വയസ്സും 16 വയസ്സും 20 വയസ്സിലും വരെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അങ്ങനെ വലുതാവുന്നതനുസരിച്ചിട്ട് മൂത്രമൊഴിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടുമിക്ക വീടുകളിലും പല പാരൻസും ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അത് പക്ഷേ സൈക്കോളജിക്കലിയാണ് നമ്മളത് മാനേജ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ടിപ്സുകളാണ് ഇനി പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പേടിയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ധൈര്യക്കുറവുള്ള കുട്ടികൾ, അല്ലെങ്കിൽ എപ്പോഴും വീടുകളിൽ ഒരു സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് ജീവിക്കുന്ന കുട്ടികൾ, അങ്ങനെ സമാധാനവും സന്തോഷവും ഒന്നുമില്ലാതെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇതുകൂടാതെ അമിതമായിട്ടുള്ള വികൃതി, പ്രത്യേകിച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിലും എക്സസീവ് ആയിട്ടുള്ള ബെഡ് വെറ്റിങ്ങും കണ്ടുവരുന്നുണ്ട്. എന്യൂറിസിസ് എന്നാണ് ഈ പറയുന്ന ഒരു ഇഷ്യൂവിനെ പൊതുവെ നമ്മൾ വിളിക്കുന്നത്. സോ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് സമയം, പ്രത്യേകിച്ച് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ കുട്ടികളെ കൊണ്ട് സൈക്കിൾ ചവിട്ടിക്കാം. സോ സൈക്കിൾ ചവിട്ടുന്നതനുസരിച്ച് അവരുടെ ഇടുപ്പെല്ലിനും കാലുകൾക്കൊക്കെ നല്ല ബലം കിട്ടുന്നതനുസരിച്ചിട്ട് അവർക്ക് സ്വാഭാവികമായിട്ടും മൂത്രം പിടിച്ചു വയ്ക്കാനുള്ള കഴിവ് നന്നായിട്ട് കൂടും. ഇനി കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ എല്ലാം സൈക്കിൾ ചവിട്ടാന്ന് പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൈക്ലിംഗ് വീടിനകത്തും ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ ബെഡിൽ മലർത്തിക്കെടുത്തിട്ട് അവരുടെ കാലുകൾ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ നമ്മളിങ്ങനെ ഒരു 5 ടൈംസ് ഫോർവേഡും 5 ടൈംസ് റിവേഴ്സും ചെയ്യിപ്പിക്കുക. അങ്ങനെ കാലുകളെ കൊണ്ട് നമ്മൾ മുന്നിലോട്ട് ഒരു 5 തവണയും ദെൻ പുറകിലേക്ക് 5 തവണയും സൈക്കിൾ ചവിട്ടുന്ന പോലെ ആക്ഷൻസ് കാണിക്കുക. സോ നിങ്ങൾ വേണമെങ്കിൽ അവരുടെ കാല് പിടിച്ചിട്ട് ആദ്യഘട്ടങ്ങളിൽ മൂവ്മെൻറ്റ്സ് ചെയ്യിക്കാം. അത് കഴിഞ്ഞ് സ്വയം അവരോട് ചെയ്യാനായിട്ട് പറയാം. അങ്ങനെ 5 സെറ്റ് വെച്ചിട്ട് 5 തവണ എല്ലാ ദിവസവും ഈവനിങ് നിങ്ങൾ കുറച്ച് നേരം ചെയ്യിപ്പിക്കുക. ഇത് ചെയ്യുന്നതനുസരിച്ച് ബെഡ് വെറ്റിങ്ങിൻ്റെ തോത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. രണ്ടാമതായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇരുത്തി മൂത്രമൊഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ബെഡ് വെറ്റിങ്ങുള്ള കുട്ടികൾ നമ്മൾ നിന്ന് മൂത്രമൊഴിക്കുന്നതിനേക്കാളും നല്ലത് ഇരുന്ന് മൂത്രമൊഴിക്കുന്നതാണ് നല്ലത്. സോ ക്ലോസറ്റിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെക്കെല്ലാം എപ്പോഴും ഇരുത്തി മൂത്രമൊഴിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഇരുത്തി മൂത്രമൊഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടുപ്പിലിനൊക്കെ എല്ലാം കുറച്ച് ബലമൊക്കെ എല്ലാം കിട്ടുമ്പോൾ അതനുസരിച്ച് യൂറിൻ ബ്ലാഡർ കൺട്രോളൊക്കെ എല്ലാം അവർക്ക് കിട്ടിത്തുടങ്ങുന്നതാണ്. മൂന്നാമതായിട്ട് ചില ആളുകൾക്ക് മൂത്രം പിടിച്ചു വയ്ക്കാനുള്ള കഴിവ് കുറവ് വരുമ്പോഴാണ്. അതുകൂടാതെ ചില ആളുകൾ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും, ചില കുട്ടികൾ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് മൂത്രമൊഴിക്കുന്നുണ്ട്. അതുവരെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴാണ് പോയി ഒഴിക്കുക. ചിലപ്പോൾ അവരുടെ ട്രൗസറിലൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഈ ഇഷ്യൂ മാറാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിടിച്ച് മാത്രം മൂത്രമൊഴിക്കുക. അതായത് നമ്മൾ കുറച്ച് നേരം മൂത്രമൊഴിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും മൂത്രമൊഴിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും മൂത്രമൊഴിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ പിടിച്ച് ഇടവേളകളിൽ നമ്മൾ ഒറ്റയടിക്ക് ത്രൂ ഔട്ട് മൂത്രം ഒഴിക്കാതെ പിടിച്ച് ഇങ്ങനെ ഒഴിപ്പിക്കുമ്പോൾ ഇടുപ്പിലിൻ്റെ ഒരു ബലം കിട്ടുന്നു. ഇറ്റ്സ് ആൻ എക്സസൈസ്. ആ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ബവൽസ് കൺട്രോൾ അവർക്ക് കിട്ടുന്നതാണ്. നാലാമതായിട്ട് ചെയ്യേണ്ടത്, രാത്രി ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് മാത്രം നിങ്ങൾ വെള്ളം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് തൊണ്ട നനയുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണം ഇറക്കുന്ന രൂപത്തിലേക്കോ വേണ്ടി മാത്രമായിട്ട് വെള്ളം കൊടുക്കുക. ഒപ്പം രാത്രി പരമാവധി ഉറങ്ങുന്നതിന് 1-1.5 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കൊടുക്കാനും കൂടി ശ്രമിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കൂടുന്നത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, മിക്കവാറും രാത്രി 12-നും രാവിലെ 6 മണിക്കും ഇടയിലാണ് പൊതുവെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നതായിട്ട് കാണുന്നത്. സോ ഈ ഘട്ടങ്ങളിൽ ഓരോ 90 മിനിറ്റ് കൂടുമ്പോഴാണ് എപ്പോഴും കുട്ടികൾ മൂത്രമൊഴിക്കാനായിട്ട് സാധ്യത. അതുകൊണ്ട് നമ്മളിപ്പോൾ 90 മിനിറ്റ് എന്ന് പറയുന്നത് 1.5 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മൾ സ്വപ്നമൊക്കെ കാണാറുണ്ട്. അങ്ങനെ ആ സ്വപ്നം കാണുന്ന സമയത്തൊക്കെയാണ് അറിയാണ്ട് കൂടുതലും മൂത്രമൊഴിക്കുന്നതായിട്ട് വരുന്നതൊക്കെ. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യത്തെ ഒരാഴ്ച ആസ് എ പാരൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കമൊക്കെ എല്ലാം പോവും, എന്നാലും കുഴപ്പമില്ല. ഒരാഴ്ച നിങ്ങൾ ഇതൊന്ന് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ചെയ്യേണ്ടത്, ഓരോ 1.5 മണിക്കൂർ കൂടുമ്പോൾ, അതായത് 12 മണിക്ക് കുട്ടിയെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി മൂത്രമൊഴിപ്പിക്കുക. ദെൻ 1.5, ദെൻ 3, ദെൻ 4.5, ദെൻ 6 കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി. മൂത്രം പോയാലും കൊള്ളാം, പോയില്ലേലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ പറയുന്ന പോലെ 12,
1:30, 3, 4:30, 6 ഈ സമയങ്ങളിലൊക്കെ എല്ലാം ഒരാഴ്ചക്കാലം നിങ്ങൾ കൃത്യമായിട്ടും അലാം വെച്ച് ഉണർന്ന് കുട്ടികളെ കൊണ്ടുപോയി മൂത്രമൊന്ന് ഒഴിപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. ഈ പറയുന്ന 5 ടിപ്സുകൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഈ പറയുന്ന ബെഡ് വെറ്റിംഗ് ശീലം അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. താങ്ക് യു.